സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കൊട്ടാരത്തിലേക്ക് അതിഥിയായി എത്തിച്ചേർന്ന ഡോക്ടർ തോമസ് ദിൻസലെ തൻ്റെ മുറിയുടെ ജാലകങ്ങൾ തുറന്നിട്ടു. പുറത്തേക്ക് നോക്കിയ അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന നഗരത്തെ ഒരിക്കൽ കൂടി കണ്ടു. അവിടുത്തെ പ്രജകളുടെ പ്രിയങ്കരിയും ബഹുമാനീയമായ കാതറിൻ രാജ്ഞിയുടെ വാക്കുകൾ അദ്ദേഹം ഓർത്തു. വസൂരിക്കെതിരെയുള്ള തൻ്റെ വാക്സിൻ ആദ്യമായി സ്വന്തം ദേഹത്ത് പരീക്ഷിക്കാൻ അനുവാദം തന്നിരിക്കുകയാണ് രാജ്ഞി. ഇതിനിടയിൽ അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ജനരോഷത്തിനിരയാകാതെ രക്ഷപ്പെടാനായി തനിക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന കുതിരവണ്ടിയാണ് അകലെയാ കാണുന്നത്. 20,000-ൽ പരം ജീവനുകളെ ഇതിനോടകം വസൂരി എന്ന മഹാമാരി കവർന്നെടുത്തു കഴിഞ്ഞു. കൈനിറയെ പാരിതോഷികങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങി ഡോക്ടർ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും തൻ്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോയി. BC 1350 ഈജിപ്ഷ്യൻസും ഹ്രത്യ എന്ന ജനവിഭാഗത്തിൽപ്പെട്ടവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. തടവുകാരായ ഒട്ടേറെ ഹൃത്യകളെ ഈജിപ്തുകാർ പിടികൂടി. അവരുടെ ദേഹത്തെ ചുവന്ന കുമിളകൾ പോലെയുള്ള വ്രണങ്ങൾ ഭടന്മാരുടെ ചാട്ടവാറടിയേറ്റ് പൊട്ടിയൊലിച്ചു. ജയിലിലടയ്ക്കപ്പെട്ട ഹൃത്യകളിൽ നിന്നും സൈനികരിലേക്കും അവരിൽ നിന്നും മൊത്തം ഈജിപ്തിലേക്കും വസൂരി വ്യാപിക്കാൻ ഒട്ടും താമസമുണ്ടായില്ല. അങ്ങനെ ആദ്യമായി 3800 വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിലാണ് വസൂരി പിറവി കൊണ്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് ഈ മഹാരോഗം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലേക്ക് പടർന്നു. 17-18 നൂറ്റാണ്ടുകളിൽ ഹബ്സ്ബർഗ് ചക്രവർത്തി, ഇംഗ്ലണ്ടിലെ രാജ്ഞി മേരി സെക്കൻഡ്, റഷ്യയിലെ സർ പീറ്റർ രണ്ടാമൻ, എത്യോപ്യൻ രാജാവ്, ഒരു ചൈനീസ് ചക്രവർത്തി, 2 ജാപ്പനീസ് ചക്രവർത്തിമാർ ഇവരെല്ലാം വസൂരിയുടെ മരണതാണ്ഡവ നൃത്തത്തിൽ ഒടുങ്ങി. അത്ഭുതമെന്ന് തോന്നാമെങ്കിലും ഇപ്പോൾ നാം അനുഭവിക്കുന്ന കൊറോണ എന്ന രോഗത്തിനും വർഷങ്ങൾക്ക് മുൻപ് പടിയിറങ്ങിയ മഹാരോഗമായ വസൂരിക്കും തമ്മിൽ രോഗലക്ഷണങ്ങളിൽ ചില സാമ്യങ്ങളുള്ളത് കേവലം ശാസ്ത്രീയമാവാം. അതുകൊണ്ട് തന്നെ കൊറോണയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വസൂരിയെ അടുത്തറിയാൻ ശ്രമിക്കുന്നതിലൂടെ ചിലപ്പോൾ സാധിച്ചേക്കും. ചൈനയിലെ സന്യാസിമാരാണ് വസൂരിക്കെതിരെ ആദ്യമായി പ്രതിരോധം കണ്ടെത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. രോഗികളിലെ വ്രണത്തിൽ നിന്നും ചലം കുത്തിയെടുത്ത് അത് ഉണക്കിപ്പൊടിച്ച് പഞ്ഞിയിൽ മുക്കി നീളമുള്ള ഒരു മുളയുടെ അറ്റത്ത് ഈ പഞ്ഞി വച്ച ശേഷം മറ്റേ അറ്റത്തു നിന്നും രോഗികളുടെ നാസികയിലേക്ക് ഈ പൊടി ഊതിക്കയറ്റി രോഗപ്രതിരോധമുണ്ടാക്കുന്ന രീതിയായിരുന്നു അത്. ചൈനീസ് സന്യാസിമാരുടെ ഈ പ്രയോഗം 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെത്തി. സ്മോൾ പോക്സ് വെരിയോള എന്ന ശാസ്ത്രീയ നാമത്തിൻ്റെ ബഹുമാനാർത്ഥം ഇംഗ്ലണ്ടിൽ ഇത് വെരിയോലേഷൻ എന്ന് അറിയപ്പെട്ടു. ആരോഗ്യമുള്ള ആളുകളുടെ കയ്യിൽ 3-4 പോറലുകളുണ്ടാക്കി അതിലൂടെ പ്രതിരോധം എത്തിക്കുന്ന രീതിയായിരുന്നു അത്. അക്കാലത്ത് പശുക്കളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു രോഗമായിരുന്നു കൗ പോക്സ്. അകിടുകളിൽ ചുവന്ന വ്രണങ്ങൾ രൂപപ്പെടുന്ന പശുക്കൾക്ക് ഇത് മരണകാരണമാകാറില്ല. അവയെ പരിപാലിക്കുന്ന മനുഷ്യരിലേക്ക് ഇത് പടരുകയും അവർക്ക് വസൂരിക്കെതിരെയുള്ള ഒരു പ്രതിരോധമായി ഇത് മാറുകയും ചെയ്തു. നിരവധി പേർ നിത്യജീവിതത്തിൽ ഇത് വിജയകരമായി പ്രാവർത്തികമാക്കിയെങ്കിലും 1757 ഇംഗ്ലണ്ടിലെ ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആയിരുന്നു ആദ്യമായി ഒരു കുട്ടിയിൽ വസൂരി കുത്തിവയ്പ് നടത്തിയത്. 21 വയസ്സുള്ളപ്പോൾ ഡോക്ടർ ജെന്നർ ഇംഗ്ലണ്ടിലേക്ക് പോയി. ജിയോളജി പഠിച്ച അദ്ദേഹം മനുഷ്യരക്തത്തിൽ പരീക്ഷണങ്ങൾ നടത്തി. തൻ്റെ വീട്ടിലെ പാൽ ജോലിക്കാരിയായ സാറാ നെൽമസിനെയും തോട്ടക്കാരൻ്റെ മകൻ ജെയിംസ് ഫിലിപ്സിനെയും ഡോക്ടർ ജെന്നർ ഇതിൽ ഉൾപ്പെടുത്തി. പാൽക്കാരിയുടെ കയ്യിലെ കൗപോക്സ് വ്രണത്തിൽ നിന്നും ഒരു മെറ്റീരിയൽ എടുത്ത് തോട്ടക്കാരൻ്റെ മകൻ്റെ കയ്യിൽ അദ്ദേഹം കുത്തിവെച്ചു. ആ കുട്ടിക്ക് ചെറിയ പനി പിടിക്കുകയും സ്വാഭാവികമായി അത് ഭേദമാവുകയും ചെയ്തു. വസൂരി എന്ന മാരകമായ രോഗത്തെ ഭേദമാക്കാൻ തങ്ങളുടേതായ സംഭാവനകൾ നൽകിയ എത്രയോ പേർ. സ്വന്തം ശരീരം തന്നെ പരീക്ഷണ വസ്തുവാക്കാൻ തയ്യാറായ കാതറിൻ മഹാരാജ്ഞിയുടെ മനോവിശാലതയിൽ അത് തുടങ്ങുന്നു. 1000 BC-യിലെ ചൈനീസ് രോഗശാന്തിക്കാർ മുതൽ ഇംഗ്ലണ്ടിലെ കൗണ്ടി ഫിസിഷ്യന്മാർ വരെ. വസൂരിക്കെതിരെ ആദ്യമായി പ്രതിരോധ കുത്തിവയ്പ് നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന കർഷകനായ ബെഞ്ചമിൻ ബെറ്റ്സിയെ ഡോക്ടർ ജെന്നർ ഈ രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ പിതാവായി എന്നേക്കുമായി നാം ഓർക്കണം. പാൽക്കാരിയായ സാറാ നെൽമെസിനെ നമുക്കെങ്ങനെയാണ് മറക്കാനാവുക? ഒപ്പം ട്യൂട്ടിങ്ങിലെ
സെൻറ് ജോർജ് മെഡിക്കൽ സ്കൂളിൻ്റെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ബ്ലോസം എന്ന അവരുടെ പശുവിൻ്റെ ചിത്രവും ഗിനിപ്പന്നികളെപ്പോലെ നിന്നുകൊടുത്തവർ ജെയിംസ് ഫിപ്സ് എന്ന കൊച്ചുകുട്ടി. അങ്ങനെ ആദരവിന് അർഹരായവർ നിരവധിയാണ്.